Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ഉണ്ടല്ലോ മീൻ അങ്ങ് കൊള്ളുകയില്ല. ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടേ. ഇനിയാണെങ്കിൽ എൻ്റെ ഫേവററ്റ് ഏതാണെന്നറിയാമല്ലോ അല്ലേ? ഇതൊക്കെ മൂക്കുമ്പത്തേനുണ്ടാവുന്ന ഒരു മണത്തിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലേൽ എന്നാ കറിയാ.
നമ്മുടെ തക്കാളി അന്നേരം ഒരു ഇച്ചിരി വാടിയതിന് ശേഷം, ഒത്തിരി വേണ്ട, കുറച്ചൊന്ന് വാടിയതിന് ശേഷമാണ് നമുക്ക് ആ പൊടിയെല്ലാം ഇടാനുള്ളത്. എന്നാൽ നമ്മുടെ ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് നമ്മൾ ചുമന്നേറി വെക്കുകയല്ലേ, ആ കൂടെ ഒന്നും ആവണ്ട, അത്രയും ഒന്നും മൂക്കണ്ട, ഇച്ചിരി ഒന്ന് എന്നാ പറയുക ട്രാൻസ്പെറൻ്റ് ആയേച്ചാൽ മതി. അതും ചെറിയ ഉള്ളി ഒത്തിരി കട്ടിയോടുകൂടി ഒന്നും അല്ല അരിഞ്ഞേക്കുന്നേ. അന്നേരം ഇച്ചിരി വട്ടത്തിൽ അരിയുമ്പോൾ ഇച്ചിരി കട്ടി കുറഞ്ഞല്ലേ അരിയുന്നു. അപ്പം മൂക്കാനായിട്ട് ഒത്തിരി നേരം ഒന്നും വേണ്ടല്ലോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടി ഇച്ചിരി ഇച്ചിരി ആയിട്ടിടാം. മീനിൻ്റെ അളവനുസരിച്ചേ പൊടി ചേർക്കാവുള്ളൂ. എരിവ് നോക്കുക. പിന്നെ അന്നേരം എന്നാ പറയുക, ഇത്ര സ്പൂണെന്നൊന്നും നമുക്ക് പറയാൻ നോക്കുകയില്ല. പക്ഷേ ഈ എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് മാത്രമേ നമുക്കൊരു റെസിപ്പി ചെയ്യുമ്പോൾ പറയാനൊക്കത്തുള്ളേ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി. ഉലുവ ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി മതി. മഞ്ഞപ്പൊടി ഇടുന്ന കൂട് തന്നെ മതി, അല്ലെങ്കിൽ കഴിക്കും. ഈ പൊടി ഇച്ചിരി ഒന്ന് മൂക്കണം, കരിഞ്ഞു പോലെ ഇച്ചിരി ഒന്ന് മൂത്തേച്ചാൽ മതി. ആ പൊടി ആന്നേലും മൂക്കാതിരുന്നാലുണ്ടല്ലോ നമ്മുടെ ആ കറിക്കുള്ള ഒരു നിറവില്ലേ, അത് കിട്ടുകയില്ല. എന്നാൽ അതേ കൂട്ട് തന്നെ ആ ഒത്തിരി മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർക്കുകയും വേണ്ട. എപ്പോഴും ഈ പൊടി ആന്നേലും മൂപ്പിക്കുമ്പം ചെറു തീയയിൽ വെച്ചേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്തു പോവും. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മീനിടുക. എന്നുവെച്ചാൽ ഈ അരപ്പുണ്ടല്ലോ മൊത്തം നമ്മുടെ മീനയിൽ അങ്ങോട്ട് പിടിപ്പിക്കണം. മീനൊക്കെ നമ്മൾ അരച്ച് പരത്തുകയില്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ അരപ്പേ തന്നെ, ഈ അരപ്പ് തന്നെ മീനയിലോട്ട് അങ്ങോട്ട് ചേർക്കണം. ഒത്തിരി ഒന്നും അങ്ങനെ അങ്ങ് നമ്മുടെ എന്നാ പറയുന്നത് ഇച്ചിരി ലൂസായിട്ടൊന്നും വരികയില്ല, പക്ഷെ എന്നാലും ആ മീനയിൽ ഇച്ചിരി പിടിക്കും. മീനയിൽ മൊത്തം അരപ്പൊന്നും പിടിച്ചില്ല, ഇതാന്നും പറഞ്ഞേച്ചു അങ്ങ് ഒത്തിരി വെള്ളം വെച്ചേച്ച് അതിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ നിൽക്കല്ലേ. എന്നാന്ന് വെച്ചാലേ ആ മീനൊന്ന് ആവി കയറിയാൽ മതി. ആ മീന് ശരിക്കും പറഞ്ഞാൽ മീനിന് ആ വേവ് അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അന്നേരം നമ്മൾ ഒത്തിരി ഇട്ട് അതിനെ ആക്കിയാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഇപ്പം ആ അരപ്പൊന്ന് മൂത്ത ആ മീനയിലൊന്ന് പിടിക്കും, അതാന്നു അതിൻ്റെ പരുവം. നമ്മളിപ്പോൾ ഇത് തുറന്നിട്ടേച്ചല്ലേ അരപ്പിനെ ആ മീനയിലോട്ട് പിടിപ്പിച്ചേക്കുന്നേ. അന്നേരം ഒത്തിരി വെള്ളം ഒന്നും ഊറുകയില്ല, കുറച്ച് വെള്ളമേ വരത്തുള്ളൂ. അത്രയും വരികയില്ല, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയൊന്നും വരികയില്ല. അപ്പം മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തേച്ച് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാൻ ഇച്ചിരി നേരമായിട്ട് അത് ആ അരപ്പ് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചെയ്തു, പറയാതിരിക്കാൻ നോക്കിയല്ല, 2-3 കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ്, അത് ഇനി എന്നാ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്നാ ചെയ്യാൻ നോക്കും. ഈ അരപ്പ് ഇപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് തീ നല്ല കുറച്ചേക്കുക. ഇതിനകത്തോട്ട് ഇച്ചിരി പുളി ഒഴിക്കാൻ പോവാം. തക്കാളി ഇട്ടിട്ടുണ്ട്, നേരെ ഇച്ചിരി പുളിയാണ് ഒഴിക്കുന്നത്. എന്നാൽ മീൻകറിക്ക് ഉപ്പും പുളിയും വേണ്ടതെന്ന് ചോദിച്ചാൽ വേണം താനും. മതി, ഇത്ര ഒഴിച്ചേച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഈ മീൻകറിക്ക് ഒത്തിരി തേങ്ങ അരയ്ക്കണ്ട, തേങ്ങ ഒത്തിരി കുറവാണ്. എന്നാൽ ആ മീൻകറിക്ക് ഒരു ഇച്ചിരി കൊഴുപ്പ് കിട്ടണ്ടേ, അന്നേരം അതിന് വേണ്ടിയിട്ട് മാത്രം
മാക്സിമം പോയാൽ 1.5 പിടി, അത്രയും കൂടുതൽ തേങ്ങ അരയ്ക്കില്ല. പക്ഷെ അരയ്ക്ക് വന്നതിൽ നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണം. അത് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോവാം. മാക്സിമം പോയാൽ ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും മതിയേ, അതിൽ കൂടുതൽ വേണ്ട. എന്തായാലും തേങ്ങ ചേർത്താലും നമുക്കിപ്പോൾ ഇളക്കാൻ ഒക്കിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് നമ്മൾ മീൻ മൂപ്പിച്ചില്ലേ, ആ നേരം ഉണ്ടല്ലോ ചട്ടിയിലാന്നേലും ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നമ്മളെ കൊണ്ട് ഒക്കിയല്ല. അത് നല്ല കൈവാക്ക് വന്നാലേ ഒക്കത്തുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ അതങ്ങോട്ട് മറിച്ചും തിരിച്ചുവിടാൻ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മീൻ അങ്ങോട്ട് ഇളക്കാനൊക്കത്തുള്ളൂ. മീൻ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കാനുള്ളതാണ് ലാസ്റ്റ്. അതായത് എന്നാന്ന് വെച്ചാൽ ഈ മീൻ ഇച്ചിരി ഒന്ന് തിളച്ച് അതിൻ്റെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ മീനെ പിടിച്ച് തേങ്ങാപ്പാൽ ഒരു ഇച്ചിരി വറ്റിയേച്ച് എണ്ണ ഇങ്ങനെ മേലെ തെളിയും. അതാന്നു അതിൻ്റെ പരുവം. മീൻ തിളച്ചു തുടങ്ങി. തിളച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ? ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടു. പിന്നെ ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയ്ക്ക അരിഞ്ഞു വെച്ചേക്കുമല്ലേ, അത് വേണ്ടുവോളൂ, നമുക്ക് ആവശ്യത്തിന് ഇട്ടോളൂ. ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങയ്ക്ക കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും നേരം എന്നാ ചെയ്തെന്നറിയോ? ഉപ്പിട്ടില്ലല്ലോ. നേരെ മീനിന് ഉപ്പിടാതിരുന്ന കൊള്ളാവോ? ഇനി ഇതിവിടെ ചെറിയ തീയലിരുന്ന് തിളക്കട്ടെ. ഇന്ന് നമ്മൾ ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. മീൻകറിയുടെയും കപ്പയുടെയും ലോകത്ത് നിൽക്കുക. ഇന്ന് ഗസ്റ്റിനെ കുറിച്ച് പറയുവാന്നേൽ നമ്മുടെ മലയാള സിനിമയിലെ അതിൻ്റെ ഫസ്റ്റ് തൊട്ട്, അതായത് തുടക്കം മുതൽ അതിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഒക്കെ വന്നപ്പോഴും പിന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ ഏജ് ആയപ്പോഴും ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ഫിലിം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ നിന്ന് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, പത്മശ്രീ മാധവൻ നായർ. ഇപ്പൊ നിങ്ങൾ നെറ്റിച്ച് വിളിച്ചിട്ട് നോക്കുന്നുണ്ടാവല്ലേ ഈ സിനിമയിൽ ആരായി മാധവൻ നായർന്ന്? മധു സാർ എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിലെ സ്ക്രീനിൽ എല്ലാവർക്കും തെളിഞ്ഞു നിൽക്കും. എന്നാ പറയാ, മധു സാറിനെ പറ്റി പറയുമ്പോൾ ചെമ്മീനാന്നു സ്റ്റിൽ എവർഗ്രീൻ ഹിറ്റാന്നാ പറയുന്നത് അല്ലേ. നമുക്ക് മധു സാർ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ പോകുന്ന ആ ചെമ്മീൻ എന്ന പടത്തെ പറ്റി അല്ലേ. ശരിക്കും എവർഗ്രീൻ. ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആയാൽ പോലും ചെമ്മീൻ ഒരിക്കലും ആരും മറക്കുകയില്ല. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇറ്റാലിയനിലോ അല്ലെങ്കിൽ പോർച്ചുഗീസിലോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലോ ഒക്കെ പോകണോ? വേണ്ട അല്ലേ, നമ്മുടെ ഒരാളല്ലേ. അതുകൊണ്ട് ഒരു നാടൻ ഭക്ഷണമായി ഇന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും രുചിയായിട്ടുള്ളൊരു കറി നമ്മൾ കൊടുക്കണമെങ്കിൽ ഇനി ഒരു ഒറ്റ പടിയേ ബാക്കിയുള്ളൂ. മീനൊന്ന് വേവണം. ഇനി ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി കടു വറുത്ത് ഒഴിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഇച്ചിരി മീനൊന്ന് വെന്തോട്ടെ. കൊതി വരുന്നല്ലേ, നിവൃത്തിയില്ലല്ലോ. എനിക്കിപ്പോൾ അങ്ങോട്ട് തരാനും പറ്റുന്നില്ലല്ലോ. പക്ഷെ എന്തോ നല്ല മണമാണെന്നറിയോ. ഇനി വേണ്ട നോക്കിയേ, നമ്മുടെ ഈ മീനാന്നേലും എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുക. ഇനിയാണോ നമുക്ക് ഇതിനകത്തോട്ട് കടു വറുത്തൊഴിക്കാനുള്ളത്. അന്നേരം ചട്ടിയിലാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. കടു വറുക്കാൻ പിന്നെ അളവൊന്നും ഇല്ലല്ലോ അല്ലേ. നമ്മൾ ഇച്ചിരി കടു വറുക്കാൻ എത്ര എണ്ണ വേണം? ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് കടു വറുക്കുക, അത്രേ ഉള്ളൂ. കടു വറുക്കാനായിട്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു ഇച്ചിരി എണ്ണ മതിയേ. അതായത് ആ കടു ഒന്ന് പൊട്ടാനും വേണ്ടിയിട്ടുള്ള എണ്ണ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചേച്ചല്ലേ ഉള്ളിയൊക്കെ വഴറ്റി കേൾക്കുന്നത്. ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേച്ച് നമ്മുടെ ഇതിനകത്ത് കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചേച്ചാൽ മതി.
ഉള്ളൂ നമ്മുടെ മീൻകറി. ഇത് ഭയങ്കര ടേസ്റ്റാണ്, വീട്ടിൽ വെച്ച് നോക്കണം. സ്വാദ് അറിയണമെങ്കിൽ വെച്ച് നോക്കിയാലേ ഒക്കത്തുള്ളൂ. ഞാൻ കൊതിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ചട്ടിയെ വെച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ ചെമ്പാവരി ചോറും കൂടി ഇട്ട് ഉണ്ണാൻ നോക്കും. നമ്മുടെ മീൻകറി റെഡിയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പേരിട്ടിട്ടില്ല. പക്ഷെ നല്ല രുചിയുള്ള കറി ആയതുകൊണ്ട് നമുക്ക് സാധാ പേരൊന്നും ഇടാൻ നോക്കിയല്ല. അതിന് ഇച്ചിരി ഒരു നല്ല പേര് വേണ്ടേ. പിന്നെ ആണെങ്കിൽ നമ്മൾ മീനാന്നേ വറുത്തതാ, പിന്നെ മുരിങ്ങയ്ക്ക ചേർത്തിട്ടുണ്ട്. അന്നേരം മീൻ വറുത്തതൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്നാ പേരിടാനല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. വറുത്ത നമ്മുടെ കപ്പയും മീൻകറിയുമാണ് ഞാൻ ഇന്നിവിടെ വെച്ചേക്കുന്നത്. പിന്നെ എന്നാ പറയുന്നത്, ആ കപ്പയ്ക്ക് ആ മീൻകറിക്ക് അത് സ്വാദ് വരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കപ്പ തന്നെ അതിന് കോമ്പിനേഷൻ. അതിന് വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേണേൽ ചപ്പാത്തിയുടെ കൂടെ ആവാം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ആവാം. ഇതൊന്നും ഇല്ലേൽ എൻ്റെ ഫേവറേറ്റ് നല്ല ചെമ്പാവരിയുടെ കൂടെ ആന്നേൽ ബെസ്റ്റ് ആട്ടോ. എന്തായാലും ഒന്ന് നോക്കിയേക്കൂ. എനിക്ക് സത്യം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇന്ന് സന്തോഷമാണോ അതോ ഈശ്വരൻ എനിക്ക് തന്ന ഭാഗ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതും ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ. ഒരു എന്താ പറയാ, ഒരു ലെജൻഡിന്റെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അത് ശരിക്കും അതെനിക്ക് എന്നാ ഞാൻ പറയുന്നത്, വിശ്വസിക്കാമോ ഇല്ലേ എന്നൊന്നും പോലും എനിക്കറിയാൻ മേല. ദൈവം എനിക്ക് തന്ന ഈ ഭാഗ്യത്തോട് നന്ദി പറയുവാ സർ. ഇത്രയൊക്കെ പറയണം ആണല്ലോ. ഞാനെന്നല്ല, ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ വരെ സാറിന് അങ്ങനെ തന്നെയാ കണ്ടേക്കുന്നത്. അങ്ങ് ഏതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ട് ഇപ്പത്തെ ന്യൂ ജനറേഷൻ ഫിലിം വരെ ഞങ്ങളെല്ലാവരും ഈ ഒരു സജീവ സാന്നിധ്യം തന്നെയല്ലേ താങ്കൾ അത് തന്നേക്കുന്നത്. അന്നേരം പിന്നെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും മറക്കാൻ ഒട്ടും ഒക്കത്തില്ല. ആ ഒരു റെസ്പെക്റ്റും ആ ഒരു എന്താ പറയാ വാക്കുകൾ തന്നെ ഇല്ല. ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കിയ നാടൻ നമ്മുടെ കപ്പയും മീനുമാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി വിഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്തോനേഷ്യ, ഇറ്റാലിയൻ, പോർച്ചുഗീസ് ഒക്കെ ചെയ്തു. പക്ഷെ സാർ വരുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ അതായത് അത്ര എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നാടൻ ഭക്ഷണമായിട്ട് കപ്പയും മീനുമാണ് എനിക്ക് ഇഷ്ടമുള്ള ഡിഷസ് ആണ് രണ്ടും. ഈശ്വരാ, ഇപ്പോൾ സാധാരണക്കാരൻ്റെ അവിടെ നിന്ന് 5 സ്റ്റാറിൽ പോയിട്ടുണ്ട്, 7 സ്റ്റാറിലും ഒക്കെ. ഹോട്ടൽസിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ. 5 സ്റ്റാറും 7 സ്റ്റാർ ഹോട്ടൽസിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. മറ്റേ അധികം ഇല്ലായിരുന്നു 5 സ്റ്റാർസിലൊന്നും ഇല്ലേ? അതാ ശരിയാ. സാറിനും ഏറ്റവും ഇഷ്ടം കപ്പയും മീനുവാ? ഇഷ്ടം. അതെ അതെ. ഇറച്ചിയോട് ഇഷ്ടമുണ്ടോ? ഇറച്ചിയോട് ഇഷ്ടം ഇല്ലാതെയല്ല, എന്നാലും മീനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. മീനാണ് ഏറ്റവും ഇഷ്ടം. സർ ഇപ്പൊ ഞാൻ ആപ്പ പറഞ്ഞില്ലേ, ആദ്യകാലം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പത്തെ ന്യൂ ജനറേഷൻ ഫിലിം വരെ സാറിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ആ ഒരു ട്രാവൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആ വന്ന ഡിഫറൻസും അതിനകത്തുണ്ടായ ചേഞ്ചസും എല്ലാം ഒരു വലിയൊരു ട്രാവൽ അല്ലേ സാറിന്റെ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് സാർ പറയോ? വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിക്കാൻ പോയ പടത്തിൽ മിക്കവാറും ആർട്ടിസ്റ്റും ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പലരും എല്ലാം കൂടെ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ് താമസം. അവിടെ ഒരു കുക്കുണ്ടാവും, വലിയ കുക്കൊന്നുമല്ല. ഈ ആരെങ്കിലും ഈ പ്രൊഡക്ഷൻ ബോയ്സ് ആരെങ്കിലും ആയിരിക്കും കുക്സ്. അപ്പോൾ ആദ്യം പോയ പടത്തിൻ്റെ ആ ഓഫീസിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് രാവിലെയുള്ള ഉപ്പുമാവാണ്. അത് ഞങ്ങൾ കണ്ടിന്യൂറ്റി ഉപ്പുമാവെന്നാണ് പറയുന്നത്. ഒരു ദിവസം തെറ്റാറില്ല. ഈ ഉപ്പുമാവല്ലാതെ വേറെ ഒരു വകയും കിട്ടില്ല. അതെ. അപ്പൊ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് കാലത്ത് രാവിലെ ഷൂട്ടിങ്ങിനല്ല, അവിടെ ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പൊ അങ്ങനെ ഈ ഒരുമിച്ച് എന്താ പറയുക, ഒരു കുടുംബത്തിൽ കഴിയുന്നത് പോലെ വലിയ വിഭവങ്ങളൊന്നും ഇല്ലാന്ന് വരില്ല. ഇങ്ങനെയുള്ള ഈ കണ്ടിന്യൂറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ പോയി ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ കാലമെല്ലാം ഒരുമിച്ച് കഴിയുക, ഒരടുക്കളയിൽ നിന്ന് കഴിക്കുക, ഈ കണ്ടിന്യൂ ഉപ്പൊക്കെ അടിക്കുക, ആ കാലമെല്ലാം പോയില്ലേ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 5 സ്റ്റാറിലേക്കും ഓരോരുത്തർക്കും പ്രത്യേകം ഹോട്ടലുകളിൽ നിന്ന് ഫുഡും
ചിലർ സ്വന്തം കുക്കുകളെ കൊണ്ടുവന്നിട്ട് ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയത്. നല്ല വളർച്ചയാണ്, മോശമെന്ന് പറയല്ല. ഫ്രം ദെയർ ഈ സ്റ്റേജിലേക്ക് മലയാള സിനിമയുടെ ആഹാര പദ്ധതി വളർന്നു പറയാൻ. അപ്പൊ അവിടെ യൂണിറ്റിലൊക്കെ ഫുഡ് എന്തോ ആയിരിക്കും പഴയ കാലത്തൊക്കെ? യൂണിറ്റിൽ ഇതുപോലെ പുറത്തുനിന്ന് കോൺട്രാക്ടേഴ്സിനെ ഫുഡിന് ഇടപാട് ചെയ്തിട്ട് പലരും, മറ്റ് ചിലർ മോർ ദാൻ 50% ഈ അടുക്കളയിൽ തന്നെ, ഈ അടുക്കളയിലല്ല ഇതുപോലുള്ള അടുക്കളയിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് വിളമ്പുമായിരുന്നു. ഓ അത് ശരി. ഓക്കെ. അന്ന് പ്രത്യേകിച്ച് നടന്മാർക്ക് ഒരു പ്രത്യേക ആഹാരം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിന്, സാറിനെ പോലത്തെ സൂപ്പർ സ്റ്റാർസിനൊക്കെ പ്രത്യേക ആഹാരം, അല്ലാത്തവർക്ക് പ്രത്യേക ആഹാരം, യൂണിറ്റ് ബോയ്സിന് പ്രത്യേക ആഹാരം, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡും എല്ലാം. എന്തെങ്കിലും നമുക്ക് പ്രത്യേകം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരികയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു തരികയോ ചെയ്യും. അല്ലാതെ കൂടുതലും സ്റ്റുഡിയോസിലായിരുന്നു ഷൂട്ടിങ്സ് ഒക്കെ അന്നത്തെ കാലത്ത്? മിക്കവാറുള്ള സീൻസ് ഒക്കെ സ്റ്റുഡിയോ തന്നെയായിരുന്നു. പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വന്നിട്ട് കുറേ സീൻസ് നമ്മൾ പുറത്ത് തന്നെ വേണം എന്നുള്ളത് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ കേരളത്തിലെ സ്റ്റുഡിയോസിലധികം ചെയ്തിട്ടില്ല, എല്ലാം മദ്രാസ്. അന്ന് എടുക്കത്തവണ്ണം കേരളത്തിലധികം സ്റ്റുഡിയോസ് ഇന്നുമില്ലല്ലോ. ഇല്ല, അത് സ്റ്റുഡിയോസ് ഒക്കെ മദ്രാസിലേ ഉണ്ടായിരുന്നേ. അപ്പോൾ സ്റ്റുഡിയോസിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പ്രധാന കാരണം, ഐ തിങ്ക് യു നോ ഇറ്റ് സൗണ്ടാണ്. ഈ ഡയറക്റ്റ് ടേക്കിംഗ് അല്ലേ, പടം ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൗണ്ടും റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ മറ്റ് പുറത്തുള്ള ശബ്ദം പാടില്ല, എക്കോ പാടില്ല, ഈ അറ്റ്മോസ്ഫിയർ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദമൊന്നും പാടില്ല. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഒരു 90% ഓഫ് ദി സൗണ്ടും സ്പോട്ട് ഡബിങ് ആണ്. ഈ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതിലും കഷ്ടമായിരുന്നു. പാട്ടുണ്ടല്ലോ, പാട്ട് തന്നെ ഓൺ ദി സ്പോട്ട്. ഈ പാട്ടുകാരൻ ത്യാഗരായ ഭാഗവതരുടെ ഒക്കെ കാലത്ത്, ചിന്നപ്പ ഭാഗവതരുടെ അവരുടെ കാലത്ത് ഈ ഹാർമോണിയം അതുമെല്ലാം കെട്ടി തൂക്കിയിട്ട് അടിക്കുന്ന സാധനം എല്ലാമായിട്ട് മൈക്കിൻ്റെ ഇപ്പുറത്ത് ക്യാമറ ഫീൽഡിന് പുറത്ത് നിന്നിട്ട് മ്യൂസീഷ്യൻസ് ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്യുന്നതനുസരിച്ച് പോകും. ഈ ആർട്ടിസ്റ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് അവർ തിരിച്ചു വരികയാണ്, ഏതിങ്ങനെ പുറകോട്ട് നടന്നു വരും. സോങ്ങിന് ഈ ത്യാഗരാജ ഭാഗവതരുടെ പാട്ടുകളാണ് ഏറ്റവും വലുതായിട്ട് ഇന്നും പറയുന്നത്. ആ പാട്ടുകളൊക്കെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തവയാണ്. അല്ല ഇന്നത്തെ പോലെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് പ്ലേ ബാക്ക് ചെയ്തെടുത്തതല്ല. അതെ, ശരിക്കും ഇനി ഒന്നുകൂടെ കാണണം, ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഒന്നുകൂടെ ആ സീനൊക്കെ ഒന്ന് കാണണം. അല്ല, ഞാൻ പോകുന്ന നേരത്തിൽ മുഴുവനും ഡയലോഗ് കാണാതെ പഠിക്കാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറക്റ്റ് ടേക്കിംഗ് അല്ലേ. അപ്പോൾ ഓരോ ടേക്കിന് പോകുന്നിരുന്നു വീണ്ടും അത്രയും സൗണ്ട് നെഗറ്റീവ് വേസ്റ്റ് ആവും. നമ്മൾ കാണാപ്പാടായിരിക്കണം, കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ അന്ന് കാണാപ്പാടം ഈസി ആയിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ അന്ന് ഡെബ്രി, അത് കഴിഞ്ഞ് മിച്ചൽ, അങ്ങനെയുള്ള വലിയ ക്യാമറകളിൽ സൈലൻറ്റ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ കൂടി എഫക്റ്റീവായിട്ട് ഈ ക്യാമറ വർക്കിന് ഇമ്പോർട്ടൻസ് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആരി ഫ്ലക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ആരിക്ക് ശബ്ദമുണ്ട്, സൈലൻ്റായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പെർഫെക്റ്റ് അല്ല. ഇപ്പം ആരി ക്യാമറയ്ക്ക് തന്നെ ശബ്ദമുള്ളപ്പോൾ പിന്നെ അതങ്ങ് മറന്നു. ഓൺ ദി സ്പോട്ട് ഇത് റെക്കോർഡിങ് വെറുതെ എടുത്തിട്ട് പിന്നെ ഡബ് ആയി. സാർ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ അതിനെക്കുറിച്ച് അറിയാം. സർ ഇപ്പൊ ആദ്യം ശരിക്കും സാർ ലെക്ചറർ ആയിരുന്നു, അത് രാജിവെച്ചിട്ടാണ് സാർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയത്. അത് എന്താ സാർ, അത് ആ ചെറുപ്പത്തിലെ അങ്ങോട്ടേക്ക് മാറിയത്? അതുവരെ ഇന്ത്യയിൽ അങ്ങനെ നാടകത്തിന് വേണ്ടിയിട്ടൊരു ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നാടകം പണ്ടേ ഉണ്ട് മനസ്സിനകത്തുകൊണ്ട് നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അവർ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻറ്റാണ്, പഠിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. അന്ന് എനിക്ക് വലിയ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല. 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കോളേജിൽ ചെല്ലാണ് വീണ്ടും ലെക്ചറർ ആവാം എന്ന് അന്ന് വിചാരിച്ച വലിയ റിസ്ക് ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അല്ല, എനിക്കൊരു കാര്യം ചോദിച്ചത്, ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് സാർ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചോദിക്കാന്ന് വെച്ചാൽ, ആ സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലേ? ഇതിപ്പറ്റി ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം സാർ. ഞാൻ അങ്ങനെ ഒരു സ്കൂളിലേക്ക് പോവുകയോ അങ്ങനെ ഒരു കോഴ്സ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചേ, അങ്ങനെ പോകണമെന്ന് നമ്മൾ മസ്റ്റാണോ? മസ്റ്റൊന്നുമില്ല. മറ്റേ നമ്മൾ ഇതൊരു ശരിക്കുമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ പലപ്പോഴും ഒരു ക്യാരക്ടറിനെ ശരിക്കും ആനലൈസ് ചെയ്യാതെ ഒറ്റ വാക്ക് പറഞ്ഞാൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്നൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാലേ ഇറ്റ് കംസ് ബൈ ഇറ്റ് സെൽഫ്.
മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഈ വികാരം എന്ന് പറഞ്ഞ ഡയറക്ടർ വന്ന് ഇങ്ങനെ ഓരോന്നൊന്നും പറഞ്ഞ് വരണ്ട. ഇത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞു കഴിയാൻ നേരത്തിന് അത് ഉൾക്കൊള്ളുന്നു. സത്യം നമ്മുടെ മലയാളത്തിൽ ഞാൻ പേരൊന്നും എഴുതി പറയുന്നില്ല, ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഒരു പടമോ ചില്ലറയൊക്കെ അഭിനയിച്ചിട്ട് ഫെയിലായ ആൾക്കാർ അവർ പുറത്ത് പോയിട്ട് ആക്ടിങ് പഠിച്ചിട്ട് 1 വർഷത്തെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സൂപ്പർ സ്റ്റാറായവരുണ്ട്. അതെ. അപ്പോൾ എല്ലാത്തിനും അതെ, നമുക്ക് ഈ അഭിനയത്തിന് മാത്രമേ ഉള്ളൂ ഒരു കഥകളിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസിനായിക്കോട്ടെ, പാട്ടിനായിക്കോട്ടെ, ചിത്രരചനയ്ക്കായിക്കോട്ടെ. ചിത്രം രചന എന്നുണ്ടെങ്കിൽ ഇത്ര പഠിക്കാൻ തോന്നി ചുമ്മാ ഈ പെയിൻറ്റ് തൊട്ടിട്ട് ഇങ്ങനെ വരച്ചാൽ പോരും തോന്നി, പിന്നെ എന്തിനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണേ ഇല്ലേ? വൈ, ഹൗ, ഇത് രണ്ടിൻ്റെയും ഉത്തരം പറയാൻ സാധിക്കണം. വൈ ആർ യു ഡൂയിങ് ദിസ് ആൻഡ് ഹൗ ടു ഡൂ ഇറ്റ്. ഇത് പഠിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇത്. പിന്നെ ഈ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അഭിനയം മാത്രമല്ല പഠിക്കുക, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഒരു നാടകം എഴുതുക, അത് കഴിഞ്ഞിട്ട് ആശാരിപ്പണി, സെറ്റ് ഉണ്ടാക്കണ്ടേ, മേക്കപ്പ്, കോസ്റ്റ്യൂം, കുറേയൊക്കെ സ്റ്റിച്ചിങ്, കുറേ ഡാൻസ്, പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഇതിനകത്ത് ലൈറ്റിംഗ്, എന്തെല്ലാം ഇതിനുണ്ട്, ഇതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ആക്ടിങ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദി സബ്ജക്ട്സ്. one of the subjects ആണ്. വൺ ഓഫ് ദി സബ്ജക്ട്സ്, ജസ്റ്റ് വൺ ഓഫ് ദി സബ്ജക്ട്സ്. നോട്ട് അതൊരു ആക്ടിങ് സ്കൂൾ ആയിരുന്നില്ല, ഇറ്റ് ഇസ് എ സ്കൂൾ ഫോർ ഡ്രാമ. അതിൻ്റെ ഇവിടുന്ന് കൊടുക്കുന്ന ഡിപ്ലോമ ഇൻ ഡ്രാമാറ്റിക്സ് എന്നാണ് പറയുക. അതിൻ്റെ തരം നമുക്ക് ഇതിന് സർട്ടിഫിക്കറ്റിന്. അപ്പോൾ എല്ലാ മേഖലകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് മൂവി ഏതായിരുന്നു ആദ്യം അഭിനയിച്ചത്? നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഓക്കെ, അത് എനിക്ക് കേട്ടു ഒരു അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. ദാറ്റ് വാസ് ഇൻ 68, 69. ഓക്കെ, മലയാളം ഞാൻ വന്നൊരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ്. ഓ അത് ശരി. ഓക്കെ, അത് ചില തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ചില പത്രത്തിലൊക്കെ അടിച്ചു വരാറുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഹിന്ദി സിനിമയിലാണ് അഭിനയിക്കാൻ പോയത്, അതിന് ശേഷമാണ് ഇത്. അങ്ങനെയല്ല, ഐ സ്റ്റാർട്ടഡ് ഇൻ 62, ഇത് വന്നിട്ട് 68-ലാണ്. 6 വർഷത്തിന് ശേഷം ഞാൻ ഏതാണ്ട് 50 പടം അഭിനയിച്ചതിന് ശേഷമാണ്. അമിതാഭ് ബച്ചൻ സാറായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ബച്ചൻ അന്ന് ആദ്യത്തെ പടമാണ്, ബച്ചൻ്റെ ആദ്യത്തെ പടമാണ്. എനിക്ക് നേരത്തെ തന്നെ ഹരിവംശറായ ബച്ചനോട് എനിക്ക് വലിയ ആരാധനയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ. കാരണം എൻ്റെ സബ്ജക്റ്റ് MA-ക്ക് ഹിന്ദി ലിറ്ററേച്ചറായിരുന്നു ബനാറസിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്നേ അദ്ദേഹത്തിൻ്റെ കവിതയൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്, റിസൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, റിസൈറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ റിസൈറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ തേജി ബച്ചൻ, അവർ ഇന്ദിരാഗാന്ധിയുടെ വളരെ അടുത്ത ആളായിരുന്നു, ഇയാളുടെ അമ്മ. ഇവർ ചെമ്മീനൊക്കെ അത് അവിടെ ഈ കോമ്പറ്റീഷന് പോയപ്പോൾ ജൂറിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഷീ വാസ് ദേർ. അന്ന് അവരെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനിതിൽ അഭിനയിക്കാൻ വരുന്നു തോന്നിയപ്പോൾ അമിതാഭിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ വിട്ടെ, ഇങ്ങനെ മധുവിനോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സ്നേഹമായിട്ട് അതിൻ്റെ ഒരു അത്രയും അമ്മ പറഞ്ഞു വിട്ടതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് എൻ്റെ അടുത്ത് വന്നത്. സോ വെരി ക്ലോസ് ടു യു. ഞാനിവിടെ ഇവിടുത്തെ ഗസ്റ്റിന്റെ കാര്യം, ഇന്നത്തെ ഗസ്റ്റിന്റെ കാര്യം എന്റെ പ്രേക്ഷകരോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും മാധവൻ നായർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പൊ എന്റെ പ്രേക്ഷകർ നാച്ചുറൽ, എന്റെ പ്രേക്ഷകർ മൊത്തം ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിച്ചിട്ട് ഇതാരാ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. സാർ എപ്പോഴും പേരൊക്കെ മാറ്റിയേ? ഞാൻ പേര് മാറ്റില്ല, ഞാൻ എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ ആദ്യത്തെ പടം നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ചിത്ര തിയേറ്ററിൽ റിലീസ് ചെയ്തേ. വലിയ കാര്യമായിട്ട് ഞാൻ പോയി, മാരിനിക്ക് പോയില്ല, ഫഷോയ്ക്ക് പോയി. ഫഷോയ്ക്ക് പോയി ബാൽക്കണി ടിക്കറ്റിലാണ് എടുത്തിരുന്ന് ടൈറ്റിൽസ് വന്നു, എൻ്റെ പേരില്ല. അയ്യോ, പേരില്ല. ഞാനിതാണ് പടം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, സാമാന്യം ഭേദപ്പെട്ടവരുള്ളതാണ് ചെയ്തത്. എന്നിട്ട് ടൈറ്റിൽ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡെസ്പായി, നല്ല ദേഷ്യം വന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ശോഭന പരേഷ് എന്നാരായിരുന്നു ഡയറക്ടർ, ശോഭന പരേഷ് എന്നാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ കാണിച്ച് എൻ്റെ പേരില്ലല്ലോ ടൈറ്റിൽ, ആര് പറഞ്ഞില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ പടം കണ്ടിട്ടില്ലേ വരേണ്ടത്, ആ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ രണ്ടാമത്തെ നിങ്ങളുടെ പേരാണ്. ഞാൻ പറഞ്ഞു, എന്താ രണ്ടാമത്തെ പേര്? മധു. ഞാൻ പറഞ്ഞു, മധുവോ? അത് എൻ്റെ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ വിചാരിച്ചിട്ട് പി ഭാസ്കരൻ സാറാണ്, പി ഭാസ്കരനാണ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങളങ്ങ് നിശ്ചയിച്ചു മധു മതിയെന്ന്. അന്ന് വഞ്ചിയൂർ മാധവൻ എന്നായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു നീണ്ട പരിഷ്കാരമില്ലാത്ത പേരാണെന്ന് ഇവർക്ക് തോന്നി. പിന്നെ അത് തർക്കമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ സ്വാതന്ത്ര്യം എടുത്തിട്ട് അവർ ചെയ്തതാണ്. അങ്ങനെ പി ഭാസ്കരനും പരമേശ്വരൻ നായരും കൂടെയാണ് എന്നെ മധുവാക്കിയത്. അപ്പോഴെനിക്ക് തോന്നുന്നത് ഇത്രയും തടിയൊക്കെ ഉള്ള നീളമൊക്കെ ഉള്ള എനിക്ക് ഇത്ര പേര് കുറച്ചുകൂടെ നേരം വേണ്ടത്. അല്ല അന്നൊക്കെ ഈ കുമാറിൻ്റെ ഒരു കാലമായിരുന്നു, വയസ്സിനും കുമാറായിട്ട്
അപ്പോൾ അതൊരു നീട്ടമായിരുന്നില്ലേ എന്ന് തോന്നാതിരുന്നില്ല. സർ ഉമ സ്റ്റുഡിയോ സാറിന്റെ അല്ലേ, അപ്പൊ സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് സാർ എടുത്ത ഒരു അറ്റംപ്റ്റ്? അത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് വാടക വീട്ടിലൊക്കെ താമസിച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു ആഗ്രഹം തോന്നുമല്ലോ, അതുപോലൊരു ആഗ്രഹമായിരുന്നു സ്റ്റുഡിയോ. ഇപ്പോൾ മദ്രാസിൽ പോയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സെറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു 5-6 ദിവസത്തെ വർക്കുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന് സുഖമില്ലാതായി, അല്ലെങ്കിൽ ക്യാമറമാനോ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ചത് നിർത്തേണ്ടി വന്നാൽ ഈ സ്റ്റുഡിയോക്കാരൻ അതിൻ്റെ പറഞ്ഞ ദിവസത്തിൻ്റെ അടുത്ത ദിവസം ഹീ ഈസ് ഫോഴ്സ് ടു റിമൂവ് ഇറ്റ്. കാരണം അതിൻ്റെ അടുത്ത ദിവസം വേറൊരു പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് സെറ്റിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഗതികേട് തോന്നി. നമുക്കൊരു സ്റ്റുഡിയോ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ പോയി ഷൂട്ട് ചെയ്യാമല്ലോ, അപ്പോൾ ആരും പൊളിച്ചുകൊണ്ട് പോകില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്വതന്ത്രനാകാനുള്ള ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ വന്ന് ഇത് തന്നെയായിരുന്നു, ഈ ഓരോ ഷൂട്ടിങ്ങിന് ഇവിടുന്ന് അന്ന് ഒരു 4 ടൈംസ് എങ്കിലും മാസത്തിൽ ഫ്ലൈ ചെയ്യണം, അവിടെ പോയി 2 ദിവസം വർക്ക് ചെയ്യാൻ, ഈ 2 ദിവസം ഈ 2 ദിവസം വർക്ക്, ഒരു 4-8 യാത്ര അങ്ങനെ. അപ്പോൾ തോന്നി എന്തുകൊണ്ട് കേരളത്തിൽ ഇത് പാടില്ല. 2 സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, മെരിലാൻഡ് ഉണ്ടായിരുന്നു, ഉദയം ഉണ്ടായിരുന്നു, ബട്ട് എപ്പോഴും ഫുള്ളായിരുന്നു. അത് വേറെ പുറത്തുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വിഷമമായിരുന്നു അവർക്ക്. ചിത്രാഞ്ജലിയൊക്കെ പിന്നെ വന്ന? ചിത്രാഞ്ജലി വളരെ പിന്നെ വന്നല്ലേ, താമസിച്ചു വന്നാണ്. ഞാനും തുടങ്ങി കഴിഞ്ഞ ശേഷം വന്നല്ലേ. അതെ അതെ അതെ. പിന്നെ എന്നാ അത് വൈൻഡ് അപ്പ് ചെയ്ത ഉമ സ്റ്റുഡിയോ? വൈൻഡ് അപ്പ് ചെയ്യാൻ തുടങ്ങി കുറച്ച് അതിൻ്റെ അകത്ത് അതൊരു ബിഗ് സ്റ്റോറി. പക്ഷെ അതിൻ്റെ അകത്ത് ഒരുമാതിരി എന്താ പറയാൻ ഇൻ്റർഫിയറൻസ് ഓഫ് ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ, ക്ഷുദ്രജീവികൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വരാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ കൃഷി കത്തിച്ച് കളയേണ്ടി വരും. അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ, പക്ഷെ വേണ്ടാന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് ഒരു സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് ഉള്ള സത്യം പറയാമല്ലോ. അന്ന് സ്റ്റുഡിയോ ഞാൻ അവസാനം എടുത്ത 2 പടങ്ങൾ ഞാൻ ഏകനാണ്, അതിവിടെ നമ്മുടെ ശ്രീമൂലം ക്ലബിലും സമുദ്ര ഹോട്ടലിലും ഷൂട്ട് ചെയ്ത്. അതായത് അപ്പോഴത്തേക്ക് കുറേശ്ശെ സിനിമ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു. അതുപോലെ പിന്നെ രതിലയം, ഇത് 2 സ്റ്റുഡിയോയിൽ ഞാൻ ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ പുറത്തെങ്ങാണ്ട് വല്ല സ്റ്റണ്ടാവലും എടുത്തിട്ടുള്ളതല്ലാതെ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് എ ടൈം. ഈ നരേമ്പുരയുള്ള വീട്ടിൽ താമസിച്ചിട്ട് പുറത്തിറങ്ങി പുതിയ കോൺക്രീറ്റ് വീട് വെച്ച് താമസിക്കുന്ന ഒരു ചേഞ്ച് വന്നല്ലോ, അതുപോലെ സിനിമയിൽ വന്നൊരു ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ തകരത്തക്കൊണ്ടുള്ള സംഭവമൊന്നും ഉണ്ടായില്ല. സ്റ്റുഡിയോ ഇന്നില്ലല്ലോ, ഇവിടെ സ്റ്റുഡിയോസ് ഉണ്ടല്ലോ, ഇവിടെ ആര് ഷൂട്ട് ചെയ്യണം സ്റ്റുഡിയോയിൽ? We go for original houses and original locations. അല്ലാതെ പിന്നെ ഈ സൗണ്ടിൻ്റെ ഇതും കൂടെ വന്നല്ലോ. സ്റ്റുഡിയോയുടെ അകത്ത് ഷൂട്ട് ചെയ്ത് തീരൂ, പടം വരച്ച് വെച്ച് ആകാശമെല്ലാം വരച്ച് വെച്ച് മരങ്ങളൊക്കെ വരച്ച് വെച്ച്. ചില പഴയ പടത്തിൽ നോക്കുന്നുണ്ട്, ആകാശത്തിൽ നമ്മളെ നിഴലുണ്ടാവും, ശ്രദ്ധിക്കില്ല. കാരണം ഒരു ലൈറ്റ് ഇരിക്കുക നേരെ നമ്മൾ ഷാഡോയോട് വീഴുന്നത് ഈ ആ പടം കാണുമ്പോഴേ കാണുള്ളൂ, ചെറിയ വലിയ ഇത് പ്രോമിനൻ്റായിട്ട് കാണില്ല. അപ്പോൾ അങ്ങനെ ആകാശത്ത് നമ്മൾ നിഴൽ വീഴും ചിലപ്പോൾ, കാരണം ആകാശം വരച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വി ആർ വാക്കിംഗ് ടുവേർഡ്സ് റിയലിസം. ഈ കളറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാകും എന്നുള്ളൊരു കാലമായി. അപ്പോൾ സ്റ്റുഡിയോ ഈവൻ അതർവൈസ് ഒരു 75% ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ സാർ ഏറ്റവും കൂടുതൽ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻ ആരാ? ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഈ ആളുകളെ ഒരുമാതിരി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ശ്രീവിദ്യയുടെ കൂടെയാണ്. കാരണം എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തടിയുള്ളതുകൊണ്ടായിരിക്കും. ബെസ്റ്റ് പെയർ എന്ന് പറഞ്ഞത് ഷീലാമ്മയുടെ കുറെ അധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എവർഗ്രീൻ ഹിറ്റ് ഓൾവേസ് ഇസ് ചെമ്മീൻ അല്ലേ? ആ ചെമ്മീനോളം ഹിറ്റായ വേറെ ഏതെങ്കിലും ഉണ്ട്? അത്ര ഹിറ്റായതില്ല, ചെമ്മീനോളത്തിനേക്കാൾ ഹിറ്റായ പടങ്ങൾ വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സാറിന്റെയും ഷീലാമ്മയുടെയും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിനേക്കാളും വലിയ ഹിറ്റായിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ? ഓക്കെ. സാറിന് ആ കഥ കേൾക്കാനും അതിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ളതും രാമു കാര്യറ്റ് സാർ പറഞ്ഞതും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? അത് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞ ഇപ്പൊ ഈ 50 വർഷം എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്റ്റേജിലെല്ലാം ഇത് തന്നെ പറയുകയാണ് ഞാൻ. ഇച്ചിരി പറഞ്ഞാൽ അത് പറഞ്ഞ് ബോറടിച്ചു പോകില്ല. ഞങ്ങൾക്ക് ബോറില്ല എന്നാ അത് പറയാത്ത ഒരു കഥ പറഞ്ഞു തരും. ആരും കേൾക്കാത്ത ഒരു കഥ, ചെമ്മീനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും കേൾക്കാത്ത ഒരു കഥ ഞങ്ങൾക്ക് മാത്രം പറഞ്ഞു തരും. ആരും കേൾക്കാത്ത കഥ എന്ത് പറയാൻ? ഷൂട്ടിംഗ് ലൊക്കേഷനിലോ എന്നേലും ആരോടും പറയാത്ത കഥ മതി. ഈ ശകലം ഈ കാര്യം സത്യമാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ നമുക്ക് ക്യാരവനും അത് ഇതുമെല്ലാം ഉള്ള കാലമാണ്.
ഈ SP പിള്ള എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല, നല്ല വലിയ കൊമേഡിയനായിരുന്നു, അത് വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിന് അല്പം ഷുഗറിൻ്റെ കുഴപ്പമുണ്ട്. അത് കാരണം കൂടെ മൂത്രം ഒഴിക്കണം. കടപ്പുറത്താ ഷൂട്ടിങ്, ആയിരക്കണക്കിന് ആളുകളും. അപ്പോൾ എന്താ ഒരു നിവൃത്തിയില്ല. അപ്പോൾ മൂപ്പര് പതുക്കെ ഇതൊക്കെ പതുങ്ങി കടലിൻ്റെ അടുത്ത് ചെന്നിട്ട് കടലിലോട്ട് നോക്കി നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പം പിള്ളേരെല്ലാം കൂടെ വളഞ്ഞു. ശരി എന്നാ നീ കണ്ടോടാ നമ്മൾ തിരിഞ്ഞു വിട്ടേ. ഇത് തമാശയാണെങ്കിലും സഹിക്കാൻ വയ്യാതെ ചെയ്തത് അദ്ദേഹം, ദേഷ്യം വന്നിട്ട് ചെയ്തതാണ്. അത് ഞാനീ പറഞ്ഞു വന്നത്, അന്ന് ആ ഒരു സ്ഥിതിയിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ശീലാമ്മയും അജയഭാരതി ആയിക്കോട്ടെ, ശാരദ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കടപ്പുറത്തോ എവിടെ പോയി ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആരെങ്കിലും രണ്ട് പെണ്ണുങ്ങളിലൊന്നൊരു സാരി ഇങ്ങനെ പിടിച്ചു കൊടുക്കും. ഇപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുകയായിരിക്കും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്. ഈ സാരിയുടെ അപ്പുറത്ത് നിന്നിട്ടാണ് ഒരു തുണി മാറുന്നത്. ഇതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ അതിലേ കൂടെ വന്ന് ഇങ്ങനെ വിളിച്ചു നോക്കും. ഉറപ്പുകളുണ്ടാവും. അതെല്ലാം പോയിട്ട് ആ കാലമെല്ലാം ഇപ്പോൾ കാരവനും അതും ഇതൊക്കെ ആയിട്ട് കുറേ കൂടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടിനും ഒരു സുഖമുണ്ടല്ലോ അല്ലേ? അതെ, അതൊരു ബുദ്ധിമുട്ടെന്നുണ്ട്. ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. സർ ഇപ്പൊ സ്റ്റുഡിയോ സർ ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയാം. മാത്രമല്ല ഒരു ആക്ടറാണ്. ഇതിലെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആയതെന്ന് പറഞ്ഞേ, അതെങ്ങനെയാ? അത് ഇഷ്ടമായിട്ടാണോ അതോ പാഷനായി? ഇല്ല, ഡയറക്ടർ ആകാൻ പോയ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഓഫർ ചെയ്തത് എങ്ങനെയാണ്, ഞാൻ ഈ ഡയറക്റ്റ് ചെയ്യണം എന്നങ്ങനെ വലിയ ആഗ്രഹമില്ലാത്ത സമയത്ത് പ്രിയാണ് ഞാൻ ആദ്യം എടുത്ത പടം. NB അബു എന്ന് പറഞ്ഞിട്ടൊരു, അങ്ങനെ പിന്നെയും പടമൊക്കെ എടുത്തിട്ടുണ്ട്. അബു ഇങ്ങനെ ഞങ്ങളൊരു ഫ്ലൈറ്റിൽ വരുമ്പോൾ അബ്ബാസ് സാഹിബിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബോംബെയിൽ ഷൂട്ട് ചെയ്യത്തക്ക ഒരു കഥ എടുക്കണം അത് കേട്ടാ, എങ്ങനെയുണ്ട്, നമുക്കൊരു കഥ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ എന്നെ ഡയറക്റ്റ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അത് വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി, എനിക്ക് തോന്നി നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും തോന്നി. ഹി വാസ് ദി മാൻ ഹു സജസ്റ്റഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഡയറക്ഷനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സ്റ്റേജിലെത്തിയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഡ്യൂസറായത്. പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ 1-2 പടങ്ങൾ, ഇപ്പം ഏത് മൂടുപടമല്ല, ചെമ്മീൻ അല്ലെങ്കിൽ മറ്റേ വേറെ ഇത്, അങ്ങനെ 3-4 പടങ്ങളിൽ ഒരു നിരാശ കാമുകനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് കാസ്റ്റിംഗ് മീ ലൈക്ക് ദാറ്റ്. അതെ, നമ്മളൊരു സ്റ്റാമ്പ്, നിരാശ കാമുകൻ എന്നുള്ളൊരു സ്റ്റാമ്പ് വരുമ്പോൾ തോന്നുന്നു അങ്ങനെയല്ല, ഞാനും ശകലം വില്ലൻ തന്നെടാ എന്ന് കാണിക്കണമെന്ന് ആ പ്രായമല്ലേ ഒരു മോഹം തോന്നിയിട്ട് എൻ്റെ ആദ്യത്തെ പടം ഈ സതി എന്ന് പറയുന്ന പടമാണ്. അതിൻ്റെ അകത്തൊരു പ്രിയ എന്ന് പറയുന്ന ഈ NB അലിയും കൂടെ പിടിച്ച പടം. അതിനകത്തൊരു 4th rate വില്ലനായി അയാൾ. ഈ ക്യാരക്ടർ അഭിനയിക്കാൻ കാരണം അത് എന്തുകൊണ്ട് ചെയ്തു, രാമു കാര്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അത് യു ആർ എ അപ്പ് ആൻഡ് കമ്മിങ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഈ ഇമേജിനെ ഇങ്ങനെ ചീത്തയാക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഹീറോ ആയിട്ട് ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്, നിങ്ങൾക്ക് സിമ്പതി ഉണ്ട്, യു ഹാവ് ഗോട്ട് എൻ ഇമേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഉദ്ദേശം ഈ ഇമേജ് പൊളിക്കുക എന്നുള്ളതാണ്. അതെ, അത് കാരണം എനിക്ക് തോന്നുന്ന കാരണം ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതുകൊണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് അഭിനയിക്കണം, ഈ സ്റ്റാർ ആവുന്നതിനേക്കാളും കൂടുതൽ അഭിനയിക്കാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുന്നൊരു ബോറല്ലേ എന്ന് തോന്നിയിട്ടായിരിക്കാം ഞാൻ ഈ ഇതെല്ലാം പ്രൊഡക്ഷൻ ഡയറക്ഷനൊക്കെ തോന്നിയത്. ടു ഷോ ദി വേൾഡ്, എനിക്കിങ്ങനെ നിരാശകാമകനായിട്ടല്ലാതെ അല്ല മറ്റ് ക്യാരക്ടേഴ്സും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യം എടുത്തത് ഈ പ്രിയ, അത് കഴിഞ്ഞിട്ട് സതി, പിന്നെ കാമം ക്രോധം മോഹം, അക്കൽ ദാമ, മാന്യശ്രീ, എല്ലാം നോക്കുകയാണെങ്കിൽ ഇതൊന്നും സിനിമ ഹീറോസ് അല്ല. ഞാൻ പ്രധാന കഥാപാത്രം തന്നെ ഇതൊന്നും തന്നെ ഫിലിം ഹീറോസ് അല്ല, ക്യാരക്ടേഴ്സാണ്. അത് ഈ അഭിനയ മോഹം കൊണ്ട് ചെയ്തതാണ്. സർ അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ സാർ ചെയ്തിട്ട് നാടകത്തിന് വേണ്ടി സാർ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല? അതൊരു സത്യത്തിൽ ഇന്നും മനസ്സിൻ്റെ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം അവശേഷിക്കുന്നു. ചെയ്യാനൊത്തില്ല. ഇന്നിപ്പോൾ എന്ത് പറ്റി, അന്ന് വളരെ ബിസിയായിപ്പോൾ. ഇപ്പോൾ ഞാൻ അത്ര വലിയ ബിസിയൊന്നുമല്ല, ഒരു നാടകമൊക്കെ ചെയ്യാം. നോക്കുമ്പോൾ നാടകമില്ല എന്ന് പറഞ്ഞാൽ ഇന്നും അമച്വർ തിയേറ്റേഴ്സ് അവർക്ക് നാടകം വല്ലതും ചെയ്യണം തോന്നുകയാണെങ്കിൽ അപ്പോൾ N കൃഷ്ണപിള്ള സാറിനെ ഓർക്കും, TN ഗോവിന്ദൻ സാറിനെ ഓർക്കും, അതുപോലെ NB മുഹമ്മദിനെയോ. എന്തിനാ അങ്ങനെ ആ ഒരു 30-40 വർഷത്തിന് മുൻപുള്ള നാടകങ്ങളാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് കഴിഞ്ഞ 40 വർഷമായിട്ട് അമച്വർ നടന് സ്റ്റേജിൽ കളിക്കുക എന്നുള്ള ഒരു നാടകം പോലും ഇറങ്ങിയിട്ടില്ല.
ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല. ഒരു പബ്ലിഷേഴ്സും ഈ നാടകം പബ്ലിഷ് ചെയ്യുന്നില്ല. ഇപ്പോൾ നാടകം ഇല്ല എന്നുള്ളൊരു വലിയൊരു ദുഃഖമാണിത്. ഇപ്പം ശരിക്കും ആക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു, ഡയറക്ടറായിരുന്നു, ഇതിലൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് സാറിന് തോന്നിയ ഈസി ആയിട്ട് പറഞ്ഞാൽ ഒരുമാതിരി തോന്നും. ടു ബി എ പ്രൊഡ്യൂസർ, ദാറ്റ് ഇസ് എ ബിഗസ്റ്റ് തിങ്. ഈ പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യറെയാണ്, അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററെയാണ്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദി മാൻ ഹൂ മേക്സ് ദ ഫിലിം, അയാളാണ് പ്രൊഡ്യൂസർ. ഈവൻ ഡയറക്ടർ നമ്മൾ പറയുന്ന ആൾ പോലും അതിൻ്റെ താഴെയാണ്. കാരണം ഈ പ്രൊഡ്യൂസർ ഹാസ് ടു ലുക്ക് ഫ്രം എ ടു ഇസഡ് ഇൻക്ലൂഡിങ് ദി ഷോട്ട്സ്. അയാളാണ് പ്രൊഡ്യൂസർ. ഇതിൻ്റെ പിതാവെന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. ഈ എഡിറ്ററെ പോലെ, എൻ്റെ ഇതിൽ എഡിറ്ററെ പോലെ, ക്യാമറാമാനെ പോലെ ഓരോ കാര്യങ്ങളിൽ ഷോട്ട് എടുക്കുന്ന ആളാണ് സത്യത്തിൽ ഡയറക്ടർ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കണ്ടിട്ടില്ലേ, അതിനെ അഭിനയിച്ചപ്പോൾ കാണുമല്ലോ ഒരു ഡാൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെ മരത്തിൻ്റെ മുകളിലോട്ടിരിക്കുകയല്ലേ ഉള്ളൂ. ഡാൻസ് മാസ്റ്ററല്ലേ എടുക്കണേ. ഒരു സ്റ്റണ്ട് എടുക്കുകയാണെന്നിരിക്കട്ടെ, സ്റ്റണ്ട് മാസ്റ്ററല്ലേ എടുക്കണേ. പിന്നെ അറിയാവുന്ന പരിചയമുള്ള ആളുകൾ ഡയലോഗ് പറയിപ്പിക്കാൻ വേണ്ടി ഇനി ഒരുത്തും വേണം, ഇല്ലല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കി നടത്തുന്ന ആളാണ് പ്രൊഡ്യൂസർ. ഹീ ഈസ് ദ മേക്കർ ഓഫ് ദി ഫിലിം. അതെ, ആൻഡ് ഐ വോണ്ട് ടു ബി പ്രൊഡ്യൂസർ. ഇനി ഒരു പടം സംവിധാനം ചെയ്യണം തോന്നിയാലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയാലോ അങ്ങനെ ആഗ്രഹമുണ്ടോ മനസ്സിൽ? എൻ്റെ മനസ്സിന് കറക്റ്റായിരിക്കണമെന്നില്ല, എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു കഥ നാളെ തന്നാൽ മറ്റൊന്ന് ഞാൻ വർക്ക് ആരംഭിച്ചിരിക്കും. സാറിന് മനസ്സിലായി എങ്ങനത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിം ഉണ്ട്, അല്ലാതെ നമ്മുടെ കുറച്ചുകൂടെ 80s ഉണ്ട്, 90s ഉണ്ട്, 60s ഉണ്ട്, അതിൽ സാറിന് ബെസ്റ്റ് എന്ന് തോന്നുന്ന എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ആയിരിക്കും? ഇപ്പോഴത്തെ നമ്മൾ പൊതുവെ പറയാറുണ്ട്, പുതിയ ന്യൂ ജനറേഷൻ വന്നിട്ട് മോശമാണ് അതാണെന്ന്. അല്ല, നമ്മൾ ഈ ന്യൂ ജനറേഷനെ കമ്പയർ ചെയ്യുന്നത് ഒരു ആയിരക്കണക്കിന് പടങ്ങളിലെ 4-5 പടങ്ങളുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? ഈ ആയിരക്കണക്കിനുള്ള ഈ പടങ്ങളെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മോശമായ പടങ്ങളാണ് പണ്ട് ഇറങ്ങിയിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? ഇപ്പോൾ ഇറങ്ങുന്നതല്ല, ഇതുവരെയുള്ള മലയാള സിനിമ, ഹിന്ദി സിനിമ, ഇംഗ്ലീഷ് സിനിമാസ്, അതർ ലാംഗ്വേജ് സിനിമ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ സീനിയറായിട്ടുള്ള അവരുടെ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കണ്ടിട്ട്, ഡയറക്ടേഴ്സിൻ്റെ വർക്ക് കണ്ടിട്ട്, ക്യാമറമാൻ്റെ, എഡിറ്ററുടെ ഒക്കെ, മ്യൂസിക് ഡയറക്ടറുടെ ഒക്കെ വർക്ക് കണ്ടിട്ട് സ്വയം മനസ്സിൽ എന്തോ ആയിക്കഴിഞ്ഞ ആളുകളായി കുട്ടികൾ. അവർ മെച്ചമാണ്, അതിന് സംശയമില്ല. എന്തായാലും ഞാൻ ഭക്ഷണകാര്യം പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ സാറിന് ഇപ്പം ഒരു മോളല്ലേ, ചേച്ചി എന്നാ ചെയ്യുക? നമുക്ക് അവളുടെ ഹസ്ബൻഡാണ് ഈ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അറിയാമോ? അത് നടത്തുന്ന അയാൾ, ഇവിടുത്തെ ഫ്രാഞ്ചൈസി അയാളാണ്, ഈ മാനേജ്മെൻറ്റ് കോഴ്സസിൻ്റെ. അപ്പോൾ ഇവള് അയാളെ സഹായിക്കുന്നു എന്നാണ് പറയണേ. സഹായിക്കുന്നത് ഞാൻ കാണുന്നില്ല. അച്ഛൻ പറയുന്നത് മോള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോഴാ സത്യം പറഞ്ഞേ. പക്ഷെ അച്ഛന്മാർ ഇങ്ങനെ പറയുന്ന കേൾക്കാൻ നല്ല രസട്ടോ. സഹായിക്കുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി അതിലൊരു ഗുണം എന്താന്ന് പറഞ്ഞാല് ഇപ്പം വീട്ടിലാരും ഇല്ലല്ലോ, അവളെങ്കിലും ഉണ്ട്. ഇപ്പം അവളും വലിയ ഉദ്യോഗസ്ഥ ലെക്ചറുകളായിട്ട് പോയിരുന്നെങ്കിൽ, PhD ഒക്കെ എടുത്ത പാർട്ടിയാണ്, അവൾ ജോലിക്കൊന്നും പോവില്ല. പോയിരുന്നെങ്കിൽ ഇനിയും രണ്ട് വീടും പൂട്ടിയിട്ട് പോകാന്നുള്ളതെല്ലാം ഒന്നും ചെയ്യാനൊക്കില്ലായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് വീട്ടിലൊരാളുണ്ട്, മറ്റെല്ലാവരുടെ കാര്യങ്ങൾ അവൾ നോക്കുന്നു. അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ സർവ്വ ചുമതല അവളുടെ തൊഴിലായി. കൂടിയാണോ ചേച്ചി? ഒരേ കോമ്പൗണ്ടിൽ തന്നെ നേരത്തെ താമസിച്ചിരുന്നത് എങ്ങനെ വെച്ചാൽ റോഡ് സൈഡിലുള്ള വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ജസ്റ്റ് ബാക്കിൽ ഒരു താഴെ ടൈമിൻ്റെ ഓഫീസും മുകളിൽ ഒരു താമസവും. അത് കണ്ടിന്യൂ ചെയ്യണം ഈവൻ ആഫ്റ്റർ മൈ വൈഫ് ഈസ് ഗോൺ. ഇപ്പം അങ്ങനെ തന്നെ തുടരുകയാണ്. സർ ഇനി ഇപ്പം ഏതെങ്കിലും ഫിലിം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ചെയ്യുന്നില്ല, വളരെ ചെറിയ ഒരു 3-4 ദിവസത്തെ വർക്കുള്ള. ആരെങ്കിലും വന്ന് പറയും ചെറിയ റോളാണ് സാർ,
സാർ ചെയ്താലേ ശരിയാവൂ, എനിക്കറിയാം, വേറെ ആര് ചെയ്താലും ശരിയാവും എനിക്കറിയാം. പക്ഷേ ഇതൊരു ശരി ഇപ്പം എന്താ, അല്ല സാറിൻ്റെ ഉദ്ദേശമാണ് എഴുതിയത്. ഇല്ല സാർ നിർബന്ധിച്ചൊക്കെ വരാൻ നേരത്തെ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തതാണ്, എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. ഇതെല്ലാം മിക്കവാറും യങ്സ്റ്റേഴ്സാണ്. കഴിഞ്ഞ പറഞ്ഞാൽ 15 പടത്തിൽ അഭിനയിച്ചു, ആർക്കും അറിയില്ല. ഈ 15 പടത്തിൽ ഒരു പക്ഷേ ഒരു 5-6 പടം സെൻസാർ ചെയ്തിരിക്കാം. സെൻസാർ ചെയ്ത് 2-3 പടം റിലീസ് ചെയ്തിരിക്കാൻ എനിക്കറിയില്ല. ഇതുപോലെയുള്ള പടങ്ങൾ ഒരു 3-4 ദിവസം വർക്ക് വരുന്ന പടങ്ങളാണ്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാൻ എന്തിനാ കൊച്ചു ചെറിയ റോളെല്ലാം അഭിനയിക്കാൻ പോണേ. ഞാൻ നോക്കിയപ്പോൾ ഈ വരുന്നവരെല്ലാം വലിയ എസ്റ്റാബ്ലിഷ് പ്രൊഡ്യൂസേഴ്സ് അല്ല, പുതിയ ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സാണ്. അവർ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള മോഹം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഈ കലയോടുള്ള സ്നേഹം കൊണ്ട് മറ്റെല്ലാം മറന്നിട്ട് ചെയ്യാൻ വരുന്നവരാണ്. അവർക്ക് ലക്ഷക്കണക്കിന് കാശുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റുമല്ലോ. 3-4 days in your life. That is what I am doing. സർ ഈ ഫിലിമിൽ സർ ഹീറോ ആയിട്ട് ചെയ്ത സമയത്തൊക്കെ മിമിക്രിക്കാരൊക്കെ ഒത്തിരി പേര് സാറിനെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തതും ഒക്കെ സ്റ്റേജിൽ കാണുമ്പം സാറിന് എന്നാ തോന്നുന്നത്? അത് ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു എൻകറേജ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു? ഇതിനകത്തൊരുമാതിരി വൃത്തികേടാകുമ്പോൾ വൾഗറാകുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ എന്നാലും മനസ്സ് തോന്നുന്ന ഒന്നുമില്ല. ദാറ്റ് ഈസ് ഹിസ് പ്രൊഫഷൻ. ഇപ്പം നമ്മളെന്തുമായിരുന്നാലും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നാലും ഹി ഗെറ്റ്സ് മണി അല്ലേ. ഈ കാശ് കൊണ്ടല്ലേ അയാൾ കുടുംബം കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സുഖമാണ് മനസ്സിലുള്ളത്. ഈ നമ്മളെ എന്നെ മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും കൂടെ ചെയ്തിട്ട് ഹീസ് ഏണിങ് ഇസ് ബ്രെഡ്. ഇതേ അല്ല, ബ്രെഡ് വേണ്ടാത്തവന് ഏണിങ് ഇസ് ഫെയിം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും സുഖമായി കിട്ടുന്നില്ലേ. അതിന് കാരൻ ഞാനല്ലേ, ഞങ്ങളല്ലേ. എനിക്ക് ആകെപ്പോണ്ട് ഒരു ദേഷ്യം തോന്നി. സത്യം സാറിൻ്റെ ഏതെവിടെയെന്ന് അറിയാൻ പാടില്ല. ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ഒരുമാതിരി ഇങ്ങനെ വളരെ വീക്കാണെന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇവിടെ ഇടുപ്പിൽ ഇങ്ങനെ കൈയെല്ലാം കൊടുത്തിട്ട് അഴിച്ചു നടക്കാൻ വയ്യാത്തല്ല ഇങ്ങനെ നടന്നു വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഈ സിനിമയിൽ ഞാൻ വന്നിട്ടുള്ള അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല. അദ്ദേഹത്തിന് അവസാനം ഓൾമോസ്റ്റ് ക്യാൻസർ പോലെയൊക്കെ ആയിരുന്നു, വയസ്സുകാലത്ത് മരിച്ചു. വയസ്സായി തന്നെ അധികം വയസ്സാകുന്നതിന് മുമ്പ് മരിച്ചു. ബട്ട് മരിക്കുന്ന സമയത്തും ഇങ്ങനെ മരിക്കുന്നതിന് 3 ദിവസത്തിന് മുമ്പ് ആരെയോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെത്താനെ ഓടിച്ച് സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ആ വണ്ടി കൊണ്ട് KJ ഹോസ്പിറ്റലിൽ നടയിലിട്ട് കീം എടുത്ത് നേരെ ഡോക്ടർ ജഗദീശൻ്റെ മുമ്പ് പോയിട്ട് വീഴുമായിരുന്നു. അത്ര എനർജറ്റിക് ആയാലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സിനിമയിലെന്നല്ല, ഈവൻ അതർവൈസ് ഈ മനസ്സിലും ശരീരത്തിലും അതെ ഇത്രയും വിൽ പവറും ശക്തിയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീക്കായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഐ ഗോട്ട് ആംഗ്രി. എന്തോ പറഞ്ഞു തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാർ എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് എന്തോരം വിശേഷങ്ങളാണ് പറഞ്ഞു തന്നെ. ഒത്തിരി കാര്യങ്ങളല്ലേ. ഞാൻ ശരിക്കും ഇപ്പം ഈ കുറച്ച് ജനറേഷന് ബാക്കിലുള്ള ഒരാളാണ്, എന്നാലും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും അങ്ങോട്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയമാതിരി എനിക്ക് ഈ കഥ കേട്ടപ്പോൾ. എനിക്കും അതെ. ഇപ്പോൾ ഈ നമ്മൾ പറയില്ല അമ്മൂമ്മ അപ്പൂപ്പനെല്ലാം കൊച്ചുമൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പറയുന്നവനും അതൊരു സുഖമാണ്. അതുകൊണ്ടാണ് അമ്മൂമ്മ കഥ പറയുന്നത്, വെറുതെ കുട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ല, അപ്പൂപ്പൻ കഥ പറയുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞ് കുട്ടിക്ക് അത് സന്തോഷമാക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതുകൊണ്ട്. സത്യം. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാഗ്യമാണ് ഇന്ന് സാറുമായിട്ട് എനിക്ക് ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്കിതിലും ഒക്കെ ഒരു കാര്യം കൂടെ സാറിനോട് പറയാനുണ്ട്. എനിക്ക് സാറിനെ ആസ് എ ലെജൻഡ്, ആസ് എൻ ആക്ടർ, എവറിത്തിങ്. പക്ഷെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സാർ എന്നെ അനുഗ്രഹിക്കണം. ഈ പറഞ്ഞ കൂട്ട് എൻ്റെ ഈ ഷോ നന്നായി വരാനും സാർ എന്നെ ബ്ലെസ് ചെയ്യണം. ഷോ നന്നായി വരുന്നുണ്ട്. ഈ ഷോ നന്നായി വരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നല്ലോ. അങ്ങനെ പറയരുത്. അതെ, ഈ ഷോ തല്ലിപ്പൊളിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ചിലപ്പോ ഇല്ല, വരില്ല.